അബ്ബാസ് റളിയല്ലാഹുവിന്റെ മോനെ കേൾക്കണ്ട, മദീനത്തേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് പോകുന്നതിന്റെ 3 കൊല്ലം മുമ്പ് മക്കയിൽ ജനിക്കുകയും നബി തങ്ങളെ ഷറഫാക്കപ്പെട്ട തുമിനീർ അവിടുത്തെ വായിൽ വെച്ചു കൊടുത്തു. പിന്നീട് ആ കുട്ടിയൊരു അത്ഭുതമായിരുന്നു എന്നാ അള്ളാഹിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയെ ബഹർ എന്നാണ് വിളിച്ചിരുന്നത്. ബഹർ പറഞ്ഞാൽ അറ്റമില്ലാത്ത അറിവിന്റെ ഉടമാന്നാ. നമ്മൾ കേട്ടിട്ടുണ്ടാകും, ഖുർആൻ തഫ്സീർ എഴുതിയവരിൽ ഏറ്റവും പ്രമുഖൻ ആ കുട്ടിയായിരുന്നു. അതാ റഈസുൽ മുഫസ്സിരീൻ, അവിടുത്തെ സ്ഥാനപ്പേര് മുഫസ്സിരീങ്ങളെ നേതാവ് എന്നാ. ആ മഹാനവറുകൾ നേതൃത്വം നൽകിയത് ഇവിടെ ആയിരുന്നു. അതുകൊണ്ടാണ് ഈ സ്ഥലം അബ്ബാസ് പള്ളി എന്ന പേരിൽ അറിയപ്പെടുക. നമ്മൾ തിരിച്ച് ബസ് കയറി പോകുമ്പോൾ ഈ കെട്ടിൻ്റെ ഉള്ളിൽ കാണാം ഇബ്നു അബ്ബാസ് തങ്ങളുടെ പഴയ വീടും അന്നത്തെ വീടും പള്ളിയൊക്കെ ആയിരക്കണക്കിന് കൊല്ലം പഴക്കമുള്ളത് ചരിത്രവകുപ്പ് സംരക്ഷിക്കുന്നുണ്ട്. നമ്മൾ ബസ്സിൽ നിന്ന് നോക്കിയാൽ കാണാം ഇൻഷാ അല്ലാഹ്. പിന്നെ മഹാനവരുടെ മക്ബറ ഈ ഭാഗത്തുണ്ട്, നമുക്ക് അവിടെ പോകാം. അതിൻ്റെ മുമ്പ് നമ്മൾ നിസ്കാരമൊക്കെ കഴിച്ചല്ലേ ഇൻഷാ അല്ലാഹ്. പിന്നെ പറഞ്ഞാൽ ഇന്ത്യൻ പള്ളിയൊക്കെ അതൊക്കെ നമ്മൾ ഒന്നിച്ച് പോയി കണ്ടിട്ട് പിന്നെ ഇവിടെ വരണം. പിന്നെ നമ്മൾ ബസ് ഇവിടെ വരിക ചെയ്യാം കേട്ടോ. നമ്മൾ എല്ലാവരും ഇവിടെ എത്തിയിട്ട് ബസ് വിളിക്കുക, അപ്പോൾ ബസ് ഇങ്ങോട്ട് വരും. മനസ്സിലായോ? അതൊക്കെ ആ പേരിലാണ്ടോ ബാബു അബ്ദുല്ലാഹിബിൻ അബ്ബാസ്, ആ പേരിൽ അവിടെ ഒക്കെ അറിയപ്പെടുന്നത്.